അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 എന്ന കപ്പലിലെ ഒരു കണ്ടെയ്നർ കൊല്ലം ചെറിയഴീക്കൽ തീരത്തടിഞ്ഞു. കണ്ടെയ്നറിനകം ശൂന്യമെന്നാണ് വിവരം. കണ്ടെയ്നർ തീരത്തടിഞ്ഞതോടെ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തീരത്ത് വന്നടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 എന്ന കപ്പലിലെ ഒരു കണ്ടെയ്നറാണ് കൊല്ലം ചെറിയഴീക്കൽ തീരത്തടിഞ്ഞത്. കണ്ടെയ്നറിനകം ശൂന്യമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. പ്രദേശവാസികളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ തന്നെ കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അറിഞ്ഞ വിവരങ്ങൾ ലഭിച്ച കണ്ടെയ്നറിനകം ശൂന്യമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞ സ്ഥലത്താണ്. നമുക്കിവിടെ കണ്ടെയ്നർ കാണാം. ഇവിടെ നമ്മൾ ഈ ചെറിയഴീക്കൽ ഭാഗത്ത് ഏതാണ്ട് വീടുകളുടെ പുറകുവശത്ത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വലിയൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് പുറത്ത് നാട്ടുകാർ ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഈ കണ്ടെയ്നർ ആണെന്നുള്ളത് അവർക്ക് ചെറിയൊരു വെട്ടത്തിൽ മനസ്സിലായത്. പിന്നീട് അവരത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റും അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. അങ്ങനെയാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ കണ്ടെയ്നറിനുള്ളിൽ ശൂന്യമാണ് എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ ശേഷമാണ് അവർ പോയത്. ഇപ്പോൾ പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തനുജ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? രാത്രി ഒരു ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. ശബ്ദം കേട്ട് ഞാനും മോനും കൂടെ ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഷീറ്റ് പോലെ എന്തോ സാധനം കിടക്കുന്നത്. അപ്പോൾ കല്ലിൽ അടിക്കുന്നതാമയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞപ്പോൾ അതിഭയങ്കരമായ ശബ്ദം പിന്നെയും കേട്ട്. അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ടെയ്നർ കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രസിഡൻറ്റിനെ വിളിച്ച് അറിയിച്ച്. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു അങ്ങോട്ടൊന്നും പോകരുത്, ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ട് ഉടനെ എത്താം, ആരും അങ്ങോട്ട് അടുത്തേക്ക് പോകല്ലേ എന്ന് പറഞ്ഞത്. നിങ്ങളൊരു വലിയ ദുരന്തത്തെ അതിജീവിച്ചവരാണ്. അതിജീവിക്കാത്തവരുടെയും കൂടി മണ്ണാണിത്. ഇപ്പോൾ അവിടെ ഈ കടലിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെല്ലാം ഈ കപ്പൽ മുങ്ങിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് അതിനെന്തെങ്കിലും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് വാർത്തകളൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് കണ്ടെയ്നറാണെന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ വിളിച്ചറിയിച്ചത്. ആദ്യമായിട്ടാണോ ഇതൊക്കെ കാണുന്നത്? ഇവിടെ പിടപ്പുറത്തന്നെ കിടക്കിയ പിന്നെ ഈ ഭാഗത്തന്നെ ഉള്ളതാ. പിന്നെ ഇത് ഈ വണ്ടിയെല്ലാം കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാനിതെന്താണെന്ന് വെച്ചപ്പറ ഒരു കൊച്ചിനോട് ചോദിച്ചാൽ പറഞ്ഞ് ഇന്നതുപോലെയാണ് കാര്യം. അങ്ങനെ വന്നേ അത് ഇത് ഇപ്പുറത്ത് നിൽക്കുക താമസിക്കുകയാണ്. ഞങ്ങളൊക്കെ വീട് ഈ അടുത്ത് തന്നെ തീരദേശത്ത് തന്നെയാണ് വീട്. ഇത് കണ്ട് പേടിച്ച് കൊച്ചുങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ഇതെന്തുവാന്ന് ഇനി വിഷമല്ലോ ആണോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒഴിപ്പിച്ചോ? ഇല്ല, ഞങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പോകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളാരും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. മൊത്തത്തിൽ വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ, പിന്നെ ഇതും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും ഭയങ്കര വിഷമമായി. ആര്യ, ഇപ്പോൾ നമുക്കിനി ആ കണ്ടെയ്നറിൻ്റെ സമീപത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ അവിടെ ഇതിനകത്ത് ശൂന്യമാണെന്ന് ഇന്നലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റേച്ചൽ നമ്മൾ ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. കൈരളി ന്യൂസാണ് ആദ്യമായി ജനങ്ങളെ ഇക്കാര്യത്തിൽ ഈ കണ്ടെയ്നർ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രധാന ജില്ലയിലെ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള റേച്ചലിൻ്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ഇതിനുള്ളിൽ ശൂന്യമാണെന്നുള്ള പരിശോധനയിൽ ബോധ്യമായെന്ന് റേച്ചൽ പറയുകയും ചെയ്തു. അതും നമ്മൾ പ്രേക്ഷകരെ ഇന്നലെ കേൾപ്പിക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ നമുക്ക് കാണാം കടൽ പ്രക്ഷുബ്ധമാണ്. പ്രത്യേകിച്ച് ഈ സുനാമി ബാധിത മേഖല കൂടിയാണ് ചെറിയഴീക്കൽ ഉൾപ്പെടുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കടലിൻ്റെ ഒഴുക്ക് സാധാരണഗതിയിൽ തന്നെ വളരെ ശക്തമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കടലിൻ്റെ ഒഴുക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ കൊച്ചി തീരങ്ങളിൽ ഇത് ഈ അടിയാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നേരത്തെ ഉള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു. ആ അറിയിപ്പ് പക്ഷേ അത് ആലപ്പുഴയും കടന്ന് കൊല്ലം ജില്ലയുടെ ഈ ഭാഗത്തേക്ക്, ആലപ്പുഴ കൊല്ലം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന മേഖല കൂടിയാണ് ആ ഭാഗത്തേക്ക് ഇതിപ്പോൾ എത്തിയിട്ടുള്ളത്.
നിലവിൽ ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം ഇന്ന് പുലർച്ചെ 2 മണിക്ക് ജില്ലാ കളക്ടർ വീണ്ടും നീണ്ടകര ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് വരികയും ബോട്ടുകൾ കടലിലേക്ക് നിരീക്ഷണത്തിനായിട്ട് പോയിട്ടുണ്ട്. ചില കണ്ടെയ്നറുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനുള്ളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാകാമെന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും അത് ഇപ്പോൾ അവർ തുടരെ നിരീക്ഷിക്കുകയാണ്. ആര്യ. തീർച്ചയായും രാജ്കുമാർ, ഇത്തരത്തിൽ 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരത്തിലൊരു കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ ഈ ചെറിയഴീക്കൽ തീരത്തടിഞ്ഞ കണ്ടെയ്നർ ശൂന്യമെന്നുള്ള വിവരമാണ്. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. എന്നിരുന്നാൽ കൂടി ഈ പ്രദേശവാസികളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടോ? അതായത് ഇന്നലെ രാത്രി ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു പരിശോധനയ്ക്ക് ഇപ്പോഴും ഇത് വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ശക്തമായ തിരമാലയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് അടുത്തേക്ക് ആരും പോകാൻ അത്ര ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാലും ഇന്നലെ പ്രാഥമിക ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ ഈ മറ്റേ ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആവശ്യമായ കവചങ്ങൾ ഇട്ടുകൊണ്ട് ഇതിനുള്ളിലേക്ക് പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോഴാണ് ഇതിനുള്ളിലൊന്നും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇനി ഏതെങ്കിലും ഇതിൻ്റെ ഉൾവശത്തേക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത് ഇനി കൂടുതൽ പരിശോധന ആവശ്യമാണ്. ഇപ്പോഴത്തെ ഒരു ശക്തമായ തിരമാല ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധിക്കുന്നത് അപകടകരമാണ്. പാറയിലേക്ക് തിരമാല ഇതിലേക്ക് അടിച്ചു കയറുന്നതിനും മനുഷ്യർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു പ്രാഥമിക പരിശോധനയിലാണ് ഒന്നുമില്ല എന്നൊരു നിഗമനത്തിൽ എത്തിയതും. അതനുസരിച്ച് എന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ ഭാഗത്തെ 5 വീട്ടുകാരോട് താൽക്കാലികമായി ഇവിടുന്ന് മാറി നിൽക്കാൻ ഇന്നലെ ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെ അവർ ഇപ്പോൾ സമീപത്തെ അവരുടെ ബന്ധു വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ കിടക്കുന്ന വീടിൻ്റെ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വീട്ടിൽ ഇന്നൊരു മരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അതിനുവേണ്ടി ആ ബന്ധുക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ബന്ധു വീട്ടുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇനി ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുക എന്നുള്ള വലിയ ഒരു കടമയാണ് ജില്ലാ ഭരണകൂടത്തിന് മുന്നിലുള്ളത്. അത് ഏത് രീതിയിലായിരിക്കും, എപ്പോഴത്തേക്കായിരിക്കും ഈ കണ്ടെയ്നർ ആ തീരത്ത് നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുക? നിലവിലിപ്പോൾ ഈ കടൽ ഒരു പ്രക്ഷുബ്ധമായ നിലയിലായത്, അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ തന്നെ സൂക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം. ഇത് കടൽ ശാന്തമായതിനു ശേഷം മാത്രമേ ഇത് ഇവിടെ നിന്ന് നീക്കാൻ കഴിയൂ എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ളിലേക്ക് പൂർണ്ണമായും പരിശോധിക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കടലിൻ്റെ നമുക്കത് മനസ്സിലായി, തിരമാലകൾ നമ്മുടെ ക്യാമറമാൻ്റെ തന്നെ ഇതിനകത്ത് നമുക്കത് കാണാൻ പറ്റും. ആ തിരമാലകളുടെ എത്രമാത്രം ശക്തമായ വേവ്സാണ് തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ. നിലവിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണോ? ഈ തീരത്ത് തന്നെ ഉണ്ടോ എല്ലാവരും? അതെ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ തീരത്ത് തന്നെയുണ്ട്. ഇവിടെ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരും ഈ ഭാഗത്തേക്ക് കടന്നു വരരുത് എന്നുള്ള ഇത് നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ്, അതിൽ അയവ് വരുത്തിയിട്ടില്ല. സാറേ, ഇത് ഇതിൻ്റെ ഒരു നമ്മളകത്തെ ഞാൻ ഇപ്പോൾ വന്നുള്ളൂ ചാർജ് എന്നാലും അകത്ത് പോകാൻ അനുവദിക്കുന്നില്ലല്ലോ. ഇല്ല, ജനങ്ങളെ അങ്ങോട്ട് കണ്ടെയ്നറിന് അടുത്തോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അതിന് ബാക്കി എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാറുണ്ട്. അതുകൊണ്ടല്ലേ ഇന്നലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ കണ്ടെയ്നറിനുള്ളിൽ ഒന്നും ഉള്ളതായിട്ട് വെളിവായിട്ടില്ല. നീക്കം ചെയ്യുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും തീരുമാനം വല്ലതും ആയിട്ടുണ്ടോ? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റംസ് അതുപോലെ അതോറിറ്റികൾ വന്നാലേ അതിന് തീരുമാനം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് അവർ പരിശോധിച്ചാൽ ശേഷം മാത്രമായിരിക്കും ഇതിവിടെ നിന്ന് കരയിൽ നഷ്ടപ്പെട്ട സാധനമാണെന്ന് നമുക്ക് വെളിവായിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ഇവിടെ വരേണ്ടതുണ്ട്.
ആര്യ കേട്ടല്ലോ. അപ്പോൾ ഇത് കസ്റ്റംസ് ഉൾപ്പെടെ കടലിൽ വെച്ച് ഒരു കപ്പലിൽ നിന്ന് മുങ്ങിപ്പോയത് കൊണ്ടായതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ് കസ്റ്റംസിൻ്റെ കൂടി പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ വന്ന് ഇത് സ്ഥിരീകരിക്കുകയും അതിനുശേഷമുള്ള ഈ പേപ്പർ വർക്കുകളും മറ്റുമുണ്ട്, അത് കഴിഞ്ഞായിരിക്കും ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാൻ ആവുക. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പ്രദേശമുള്ളത്. അതുപോലെ തന്നെ ആ സുരക്ഷ തീരദേശത്തുള്ള സമീപത്തുള്ള പ്രദേശവാസികൾക്കും നൽകിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ കണ്ടെയ്നറിനകം ശൂന്യമെന്നുള്ള നിഗമനത്തിനാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത്. ഇനിയുള്ള തുടർ പരിശോധനയിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. അതുപോലെ തന്നെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് അവിടെ നിന്ന് നീക്കാനുള്ള നടപടികളും ഈ അധികൃതരുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും തീരദേശം അല്ലെങ്കിൽ ചെറിയഴീക്കൽ തീരം കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇനിയും ഞാനതാ സൂചിപ്പിച്ചത്, ഇനിയും ഇതുപോലത്തെ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് തന്നെ ഇപ്പോഴത്തെ ഒരു ഒഴുക്ക് ഇന്നലെ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. ഈ ഭാഗത്തേക്കാണ് ഒഴുക്ക് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ആലപ്പുഴ ആ ഭാഗത്തേക്ക് ഇത് അടിയാനുള്ള സാധ്യത നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ ഈ ഭാഗത്ത് നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അത് അങ്ങനെയാണ് ഇത് ഇന്നലെ രാത്രി 10 മണിക്ക് ഈ ചെറിയഴീക്കൽ ഭാഗത്ത് ഇത് അടിഞ്ഞതായിട്ടുള്ള വിവരം നാട്ടുകാരെ അറിയിക്കുന്നതും അതനുസരിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന സംഘം, ജില്ലാ ഭരണകൂടം മുഴുവനും ഇവിടെ എത്തി. പോലീസ് ഉണ്ടായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, കോസ്റ്റൽ പോലീസ് ഉണ്ടായിരുന്നു, മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, ഫിഷറീസ് തുടങ്ങി ഈ തീരമേഖലയുമായി ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ ഇത് എത്തിയാണ് ഇവിടെ ഇന്നലെ രാത്രി തന്നെ ഈ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചത്. ഇപ്പോൾ നിലവിൽ ഇനിയും ഇതൊരു ആശങ്ക എത്ര ഇതിൽ നമുക്ക് ഇപ്പോഴും ഇത് പറയുമ്പോഴും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ഇതിനുള്ളിലേക്ക് കടന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ ബാക്കിലത്തെ ഡോറ് അത് തകർന്നു പോയിട്ടുണ്ട്. അതുവഴി ഇതിനുള്ളിലുണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് കടലിലേക്ക് പതിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. രാജ്കുമാർ, നേരത്തെ തന്നെ ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട ഒരു നിഗമനം ഈ ജനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയുടെ സാഹചര്യം അവരിൽ ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാക്കേണ്ടത്? ഈ മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കണ്ടെയ്നർ തീരത്തടിഞ്ഞതിലൂടെ അവർക്ക് വലിയൊരു ഭയം ഉണ്ടായില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും ഇതൊരു ബോധവൽക്കരണമായിരുന്നല്ലോ. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ അറിയിപ്പ് എല്ലാ ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള ഭരണകൂടങ്ങൾ മുഴുവനും ജനങ്ങളിലേക്ക് അത് മാധ്യമങ്ങൾ വഴി, കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങൾ വഴിയും നിരന്തരം എത്തിച്ചുകൊണ്ടിരുന്ന ഒരു അപ്ഡേഷൻ നൽകുന്നുണ്ടായിരുന്നു. കോസ്റ്റ് ഗാർഡും കസ്റ്റംസും കേരള ഈ ഫിഷറീസും അതുപോലെ മെറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും സംയുക്തമായിട്ട് മുഖ്യമന്ത്രി ഇത് പലവട്ടം ഇക്കാര്യത്തിൽ അവലോകന യോഗം ചേരുകയും ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച നടത്തിയിരുന്നു. അവരുടെ കൂടി നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ആ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം, അതായത് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ വാക്കുകൾക്കാണ് ഏറെ പ്രാധാന്യം. അവർ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൽക്കാലം എന്തായാലും ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് ആശങ്ക ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തിയ ശേഷമായിരിക്കും ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കുക, അല്ലേ? തീർച്ചയായും അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വരണമെന്നാണ് പറയുന്നത്. കസ്റ്റംസിൻ്റെ ക്ലിയറൻസിൻ്റെയൊക്കെ മറ്റ് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ഇത് ഈ ചരക്ക് ഇത് ഈ ലോജിസ്റ്റിക്സിൻ്റെയുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ചാനലിലൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് വരുമ്പോൾ അത് അവരുടെ പരിധിയിൽ വരുന്നതാണ്. ഇതിൽ അങ്ങനെ കടലിൽ നിന്ന് ഇൻ്റർനാഷണൽ ചാനലിലൂടെ പോയ ആ കപ്പലാണ് ഇപ്പോൾ മുങ്ങി അതിലെ ഒരു കണ്ടെയ്നർ നമ്മുടെ ഈ ചെറിയഴീക്കലിൽ എത്തിയിട്ടുള്ളത്, അടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിയന്ത്രണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെത്തി ഇത് പരിശോധിക്കണം. കസ്റ്റംസ് എത്തി പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഇവർക്ക് ഈ തീരത്ത് നിന്ന് ഈ കണ്ടെയ്നർ നീക്കം പോലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇന്ന് രാവിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതെല്ലാം സ്ഥിരീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
ഇനിയും കണ്ടെയ്നറുകൾ വന്നടിയാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. എന്തായാലും ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് മാറ്റുന്നത് വരെ ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണം തീരത്തുണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ കൊല്ലം തീരത്ത് മറ്റ് ചില സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ നമ്മൾ 12:30 ഞാൻ കൊല്ലം ജില്ലാ കളക്ടറുമായി സംസാരിച്ചപ്പോൾ അത് പറഞ്ഞത് പുലർച്ചെ മുതൽ തന്നെ ഈ തീരമേഖലയിൽ ഈ മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കടൽ പ്രക്ഷുബ്ധമാണ്. ഇതിൻ്റെ ഒരു കടലിൻ്റെ തിരമാലകളും അതിൻ്റെ കാറ്റിൻ്റെ ഒരു ഗതിയും അതുപോലെ അടിയൊഴുക്കും ഉപരിതലത്തിലുള്ള ഒഴുക്കും മറ്റും പരിശോധിച്ചുകൊണ്ട് ഈ കോസ്റ്റ് ഗാർഡ് തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്, അതായത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മറ്റും അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒഴുക്കിനനുസരിച്ച് ഇത് ഇങ്ങോട്ടേക്ക് കൊല്ലം തീരത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം തീരത്തേക്ക് ഈ കണ്ടെയ്നർ ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ചെറിയഴിക്കലിൽ ഇത് എത്തിയ സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അവിടെ പരിശോധന നടക്കുന്നുണ്ട്. ഈ ചവറ, പരിമണം തുടങ്ങുന്ന മേഖലകളിൽ ഇതേപോലെ തന്നെ കണ്ടെയ്നർ വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. ഇന്നലെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ അറിയിപ്പ് ശരിയാണെങ്കിൽ 6-7 കണ്ടെയ്നറുകൾ ഈ ഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്നതായി കണ്ടതായിട്ടുള്ള ഒരു വിവരങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് കൊല്ലം തീരത്ത് അടിയാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ അതിൻ്റെ നടപടികൾ ഇന്ന് പുലർച്ചെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ സമീപത്തുള്ള 5 വീടുകൾ ഒഴിപ്പിക്കുമെന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചത്. ആശങ്കയ്ക്കുള്ള ഒരു വകയും തന്നെ ഇല്ല. കണ്ടെയ്നർ കാലിയാണ് എന്നുള്ള ഒരു ആശ്വാസകരമായ വിവരവുമുണ്ട്. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട എല്ലാ സുരക്ഷയും എല്ലാ ക്രമീകരണങ്ങളും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചവറ ഭാഗത്ത് ഒരു കണ്ടെയ്നർ കൂടി അടിഞ്ഞതായി ഇപ്പോൾ നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളിനി അവിടെ പോയി നോക്കണം. അതിൻ്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കാനുണ്ട്. അത് അവിടെയും ഒരെണ്ണം അടിച്ചിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. ഇനി അതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് തൽക്കാലം നമുക്ക് അത് ആ സ്ഥലം നോക്കി നമുക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. ഇത് ഇവിടുന്ന് കിഴക്ക് ഭാഗത്ത്, അതായത് കിഴക്ക് ഭാഗത്താണ്, അതായത് നമ്മുടെ ഈ കണ്ടെയ്നർ കിടക്കുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് ഈ ചവറ തൂക്കെന്ന് പറയുന്നത്. ആ ഭാഗത്തോട്ട് ഇപ്പോൾ ഒരു കണ്ടെയ്നർ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അതുകൂടി പരിശോധനയ്ക്ക് നമ്മളിപ്പോൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ചവറ ഭാഗത്തും ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്കുമാർ, ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഒരു ആശങ്കയിലും അതുപോലെ തന്നെ സംശയനിഴലിലുമായിരിക്കും ഉള്ളത്. കാരണം ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ വന്നടിയുന്നത് അവരിലൊരു ചെറിയ ആശങ്കയെങ്കിലും ഉളവാക്കിയിട്ടുണ്ടാകാം. ഉറപ്പായും അത് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ഈ 2-3 ദിവസങ്ങളിലായിട്ട് ഈ കപ്പൽ ഇങ്ങനെ മുങ്ങുന്നു അല്ലെങ്കിൽ കണ്ടെയ്നർ കടലിൽ പതിച്ചു എന്നുള്ള ആ വിവരം പുറത്തു വന്ന നിമിഷം മുതൽ പ്രത്യേകിച്ച് അതിനുള്ളിൽ ഹസാർഡ്സ് ആയിട്ടുള്ള, അതായത് വലിയ മാരകമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യന് ദോഷം സംഭവിക്കാവുന്ന രാസപദാർത്ഥങ്ങൾ മറ്റും ഉണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വന്നതോടുകൂടി ജനങ്ങൾ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇത് അടിഞ്ഞപ്പോൾ ഇതിൽ ഒരു നാട്ടുകാർക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അയ്യപ്പ ഇങ്ങോട്ടിറങ്ങിക്കും, അതൊന്ന് ഹെൽപ്പ് ചെയ്തേ. നോക്കി അപ്പോൾ ഈ ഭാര്യ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, പുറകിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നാട്ടുകാർക്ക് ഒന്ന് ഇതിനരികിലേക്ക് ആരും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
രണ്ട് ഇപ്പോൾ തീരത്ത് ഇതൊരു കസ്റ്റംസിൻ്റെ കൂടി ക്ലിയറൻസ് ആവശ്യമുള്ള ഒരു വസ്തുവായതുകൊണ്ട് അതിനൊരു സംരക്ഷണം എന്ന നിലയിലാണ് പോലീസ് ഇവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽ നിൽക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ് രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഈ വിവരം കിട്ടാൻ പിന്നെയും ഒരുപാട് വൈകി. രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ കൈമാറുന്നതിനും രാത്രി 12 മണിക്ക് കൈരളി ന്യൂസാണ് ആദ്യമായി കണ്ടെയ്നർ ഇവിടെ തീരത്തടിഞ്ഞു എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. ആര്യ. ശരി രാജ്കുമാർ, എന്തായാലും കണ്ടെയ്നറുകൾ ഇനിയും തീരത്തടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ചെറിയഴീക്കൽ തീരത്ത് വലിയ കനത്ത സുരക്ഷ തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.